ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ച്, അവരുടെ വിശ്വാസത്താൽ അവർ ചെയ്ത ദൈവപ്രവർത്തികളെ കുറിച്ച് വർണ്ണിക്കുന്ന അധ്യായമാണ് എബ്രായ ലേഖനം. 1-ാം വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പറയാം, നിങ്ങൾ കേട്ടതിനെ ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ തരും. ക്രിസ്തുവിൽ ഉള്ള പുതിയ സൃഷ്ടി അവരുടെ വിടുതലുകൾ മുഴുവനും പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. ആമേൻ. ഇവിടെ പറയുന്ന വാക്യങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കുമ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ വിശ്വസിക്കുന്നവരെ എങ്ങനെ അറിയാം? വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത, അവർ വിശ്വസിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും, വിശ്വസിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, നാക്കെടുത്താൽ നെഗറ്റീവേ പറയത്തുള്ളൂ. ഞാൻ മുടിഞ്ഞു പോയി, ഞാൻ എൻ്റെ വീട് തകർന്നു പോയി, എൻ്റെ പിള്ളേരുടെ ഗതി അതോ ഗതി, ഇങ്ങനെ പറഞ്ഞ് ഇല്ലാത്തതിനെ, വഴിയെ പോയതിന് എന്തോ ചെയ്യും? വിളിച്ചു വീട്ടിൽ കൊണ്ടുവരും. എന്നാൽ ചിലരുടെ വാക്ക് വന്നു കയറിയതിനെ ഓടിച്ചു വിടും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അകത്തു പകർന്ന വിശ്വാസം ഭയങ്കരമാണ്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും വിശ്വാസത്തിൽ ഭയങ്കര ശക്തന്മാരായിട്ടാണുള്ളവർ. അത് നിജുപാസ്റ്റർ പറയാൻ എന്നാ കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ കൂടെ പറയുന്നത് പോലെ, യേശു ജനിച്ചത് നിങ്ങൾ കേട്ടതേ ഉള്ളൂ അല്ലേ? യേശു ശുശ്രൂഷിച്ചത് നിങ്ങൾ വായിച്ചതേ ഉള്ളൂ. യേശു മരിച്ചതിനെ പറ്റി നിങ്ങൾ വായിച്ചതേ ഉള്ളൂ. യേശു ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾ കേട്ടു, വായിച്ചു. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ വെച്ച സ്റ്റെപ്പ് ഭയങ്കരമാണ്. നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞ് തല്ലിക്കൊല്ലും, നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞ് കാല് തല്ലി ഓടിക്കും, നിന്റെ വസ്തു നിനക്ക് തരത്തില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എന്നിട്ടും 4-5 വണ്ടി മാറിക്കയറി നീ ഇവിടെ വന്നെങ്കിൽ നിന്റെ വിശ്വാസം അത് ഭയങ്കരമാണ്. അല്ലേ? അടുത്തിരിക്കുന്നവർക്ക് പറഞ്ഞാട്ടോ, ഇത്രയും വലിയ വിശ്വാസം ആർക്കും ഇല്ലെന്ന് പറഞ്ഞ ഇന്ന് നിങ്ങൾ ഇവിടെ ഓടി വരാൻ കാരണം, ഇന്ന് എന്നോട് കർത്താവ് സംസാരിക്കും, അല്ലയോ? ഇന്ന് ദൈവം എന്നെ തൊടും. അങ്ങനൊരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല. അവരൊക്കെ ഞായറാഴ്ച രാവിലെ വേറെ പരിപാടിക്ക് പോയപ്പോ നിങ്ങളുടെ അകത്ത് ഈ വിശ്വാസം തിളയ്ക്കുകയാണ്. ഒരിക്കൽ കർത്താവിന്റെ ദാസൻ ജിജോ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിലുള്ളവർക്കും വിശ്വാസമുണ്ട്. അവരുടെ വിശ്വാസത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: നമ്മൾ വന്ന ബസ്സിന്റെ ഡ്രൈവർ ലേണേഴ്സ് പാസ്സായി ലൈസൻസ് ഉള്ള ആളാണെന്നും വണ്ടി ജോയിൻ ഓടിക്കുന്ന ആളാണെന്നും നിങ്ങൾ പുള്ളിയുടെ ലൈസൻസ് ബുക്ക് പിടിച്ചു മേടിച്ചിട്ടാണോ ബസ്സേ കയറിയേ? എത്രാമത്തെ പ്രാവശ്യമാണ് ലൈസൻസ് എടുത്ത്? വണ്ടി ജോയിൻ ഓടിക്കുമോ? എന്നെ അടൂര് കൊണ്ടുവിടുമോ? ഇതൊന്നും നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തി. നിങ്ങൾക്കൊരു വിശ്വാസം, ഇത് നേരെ എവിടെ ചെല്ലും? ഇനിയും ഗ്രേസ് ഫാമിലിയുടെ ഹോളി വന്നപ്പോൾ നോക്കല്ലേ, നിങ്ങൾ ഇരുന്ന കസാരയുടെ കാല് ചൂടാ നല്ലതാണോ, ഉറക്കുന്നതാണോ, ഇത് എന്നെ താങ്ങാനുള്ള കെപ്പുണ്ടോ, ഇത് ഒടിഞ്ഞു വീഴുന്ന, ഇതൊന്നും നിങ്ങൾ നോക്കിയില്ല. നിങ്ങളൊന്ന് പിടിച്ചപ്പം ബലമുണ്ടെന്ന് മനസ്സിലായി, എന്നെ താങ്ങാനുള്ള ശക്തി ഉണ്ടെന്ന് മനസ്സിലായി. കണ്ടോ, ആദ്യം നിങ്ങൾ ആ ബസ് ഡ്രൈവറിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് കസാരയിലൊരു വിശ്വാസമുണ്ട്. ഇതിൻ്റെ പേര് വിശ്വാസം ഒന്നാണ്. അപ്പൊ ഈ ലോകത്തിലുള്ളവർക്ക് വിശ്വാസമുണ്ട്, അത് വസ്തുവിലും വ്യക്തിയിലുമാണ്. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട്, അത് വസ്തുവിലും വ്യക്തിയിലുമല്ല, മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിലാണ്.